അപ്പം നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ടുള്ള പഴയ ടൈപ്പ് വീടുകളൊക്കെ കുറവാണ്. കുറേയൊക്കെ ഇങ്ങനെ വാർത്ത വീടുകളുണ്ട്, ഓടിട്ട വീടുകളുണ്ട്, ഓല വീടുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഹോളോ ബ്രിക്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പഴയ മൺകട്ടയൊന്നും ഇപ്പോൾ കാണാനില്ല. ചുടുകട്ട ഉണ്ടാവും, ചെറുതായിട്ട് പൂശിയിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് വീടുകളുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചിറങ്ങിയെന്ന് വെച്ചാൽ നാട്ടിൻ പുറത്തെ ഒരു മീൻ കറി. അപ്പോൾ ഈ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊരു തരം മീൻ കറി, പിന്നെ കോട്ടയത്ത് ചെന്നാൽ കുടംപുളിയിട്ട മീൻ കറി, പിന്നെ അത് തൃശ്ശൂർ ചെന്നാൽ വേറൊരു തരം മീൻ കറി. അപ്പോൾ ഓരോ സ്ഥലത്തെ റീജിയണൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രംകാരുടെ പക്ക സ്റ്റൈൽ മീൻ കറി എന്ന് പറയുമ്പോൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പരിഷ്കാരം ഒന്നും വലുതായിട്ട് കാണിക്കാതെ നമ്മളൊരു എക്സ്പെരിമെൻറ്റേഷൻ ഒന്നും പോകാണ്ട് ചെയ്യുകയാണെങ്കിൽ തനി നാടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സാധാരണ പുളി, അതായത് സാമ്പാറിലൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന പുളി പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ കൂടെ മല്ലിയും മുളകും ചെറുതായിട്ട് വറുത്ത് തേങ്ങയും ചേർത്തരച്ച് മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന രീതി, ആ ഒരു രീതിയാണ് ട്രിവാൻഡ്രംകാരുടേത്. അപ്പോൾ അങ്ങനെ ഒരു ടിപ്പിക്കൽ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് വലിയ നെയ്മീനൊന്നും വേണമെന്നില്ല. സാധാരണ പാര, അയല, കൊഴിയാള ഇങ്ങനെയുള്ള മീനുകളും മത്തിയെല്ലാം അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു നാടൻ വീട്ടിലേക്ക് ഞാൻ കയറാൻ പോകണം. അവരുടെ വീട്ടമ്മ എങ്ങനെയാണ് മീൻ കറി തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് പിടിച്ച് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ വീട്ടമ്മ ഇപ്പോൾ ബിസി ആയിട്ട് ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള മീൻ കറിയും ചോറും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ മീൻ കറിയുടെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ വന്ന് കയറി, അത് കൃത്യമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഇന്ന് സന്ധ്യ എന്താ മീൻ? ഇന്ന് ഇവിടുത്തെ ഇതാണ് സന്ധ്യയാണിത്. പാരയാണ് ഇന്ന് മീൻ കിട്ടിയിരിക്കുന്നത്. ഒരു എത്ര പാരയുണ്ടത്? 5. ഒരു 5 പാര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള തേങ്ങ ഏകദേശം ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു 2 ടേബിൾ സ്പൂണോളം പിരിയൻ മുളകിൻ്റെ പൊടി, ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം, പിന്നെ വാളൻ പുളി ഒരു ചെറിയ ഉണ്ട അത് ചേർക്കും. അല്ല, പിഴിഞ്ഞാണോ ഒഴിക്കുന്നത്, അരച്ചാണോ ചേർക്കുന്നത്? അരച്ചാണ് ചേർക്കുന്നത്. ഇത് ഇത്രയും വേണ്ട, ഇതിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ചേർക്കും. പിന്നെ ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർക്കും. പിന്നെ ഇതിൽ ചേർക്കുന്നതെന്ന് പറയുന്നത് മുരിങ്ങയ്ക്ക, അല്ലേ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, തൊണ്ടൻ മുളകൊക്കെ ഈ ഭാഗത്തൊക്കെ വളരെ പ്രധാനമാണ്. തൊണ്ടൻ മുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരയ്ക്കും. മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, അതായത് വറുത്ത മല്ലിപ്പൊടി മുളക് പൊടിയാണ്. പച്ചമുളകും പച്ചമല്ലിയും ഒന്ന് വറുത്ത് ചേർത്താലും നല്ലതാണ് ഇപ്പോൾ. പക്ഷേ എളുപ്പത്തിന് വേണ്ടി എല്ലാവരും മുളക് പൊടി ആശ്രയിക്കുന്നു. പിന്നെ തേങ്ങ പച്ചയ്ക്കാണ് അരയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എല്ലാം കൂടി പുളി ചേർത്ത് അരച്ച്, ഉള്ളിയും എല്ലാം കൂടി അരച്ച് അരപ്പ്, കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി മീൻ്റെ കഷ്ണങ്ങൾ. ഇനി അവസാനം ഉപ്പ് മാത്രമേ ചേർക്കാനുള്ളൂ. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഇപ്പം എല്ലാം ചേർത്ത് കഴിഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ മീൻ ചട്ടിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വന്നു. ഇപ്പോൾ നാട്ടിൻ പുറങ്ങളിലും ചട്ടിയൊന്നും ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ സന്ധ്യയും ചട്ടിയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഗ്യാസിലാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ്. അപ്പോൾ ശരിക്കും തനതായ പഴയ സ്റ്റൈലാണെങ്കിൽ ട്രിവാൻഡ്രം സ്റ്റൈലൊക്കെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നു, മൺചട്ടിയിൽ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ സന്ധ്യയെ പരിചയപ്പെടുത്തി തന്നത് മിസ്റ്റർ പപ്പിയാണ്. പപ്പി ഇവിടുത്തെ ഒരു പ്രധാന ആളാണ്. സന്ധ്യ പപ്പിയുടെ ഒരു കസിൻ സിസ്റ്ററായിട്ട് വരും. അപ്പോൾ ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റിയിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കും. ആവശ്യത്തിന് ചാറൊക്കെ വേണം. കഷ്ണങ്ങളെല്ലാം അരപ്പ് നന്നായിട്ട് ഉപ്പും പുളിയും മുളകും എല്ലാം പിടിച്ച് ഇത് നല്ല കപ്പയുടെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രംകാർക്കെല്ലാം കപ്പ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോറെന്നുള്ളതിനെ പോലെ തന്നെ ചോറിന് ഇച്ചിരി ഒരു 2 തവി ചോറ് വയ്ക്കുകയാണെങ്കിൽ 2 തവി കപ്പയും ഉണ്ടാവും. സന്ധ്യതെ കപ്പയും റെഡിയാക്കിയിട്ടുണ്ട്, മീൻ കറിയും റെഡിയാക്കി കഴിഞ്ഞു. നാടൻ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മീൻ കറിയാണ്. സന്ധ്യയുടെ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് നിന്ന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ ഊണിൻ്റെ തിരക്കും കാര്യങ്ങളും. എന്തായാലും എനിക്ക് കപ്പയും മീൻ കറിയൊക്കെ റെഡിയാക്കി തന്നിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ സ്ഥിരം കഴിക്കുന്നൊരു വിഭവമാണ്. നന്നായിട്ടുണ്ട്, കറക്റ്റ്. ആ മീൻ ഇങ്ങനെ തിളച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ മണം അടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരംകാർക്ക് ശരിക്കും ഈ ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറി ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഞാൻ ട്രിവാൻഡ്രംകാരിയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പം അങ്ങനെ സന്ധ്യയുടെ വീട്ടിൽ നിന്ന് നല്ല ഒന്നാന്തരം മീൻ കറിയും കപ്പയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞാൻ പോവാണ്. ഇനിയും യാത്ര തുടരണം. ഞാൻ പൊന്മുടിയിലേക്കുള്ള റൂട്ടിലാണ്. ആ യാത്രയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. അതുവരെ